നമസ്കാരം. KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു 2 ദിവസമായിട്ട് ന്യൂസിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതക കഥകളാണ് ഇന്ന് തൊട്ട് പറയാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് അഫാൻ എന്ന 23 വയസ്സുകാരൻ 5 പേരെ കൊലപ്പെടുത്തി. 6 പേരാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ അമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപകടനില തരണം ചെയ്തു. പിതൃ സഹോദരൻ, ആളുടെ ഭാര്യ, അനിയൻ, അതേപോലെ പെൺസുഹൃത്ത്, പിതാവിൻ്റെ അമ്മ ഉൾപ്പെടെ 5 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അനിയൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് കേട്ടോ. സ്വന്തം അനിയനാണ് ഈ കുത്തി കൊന്നത്. കുത്തിയല്ല, ഇത് ചുറ്റികൾ കൊണ്ട് ഇടിച്ചു കൊല്ലുകയാണ്. എല്ലാവരെയും ആ ഒരു മെത്തേഡിലാണ് ആള് കൊല്ലാൻ ശ്രമിച്ചേക്കുന്നത്. കൊല്ലാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ നോർമൽ നമ്മളെല്ലാവരും ഇരിക്കുമല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ന്യൂസിൽ വന്നൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ആള് ഒരു പോലീസുകാരനാണ് പറയുന്നത്. ആളെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പയ്യൻ വൈകിട്ടായപ്പോൾ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ആളിങ്ങനെ ഒരു 6 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ആള് പറഞ്ഞത് കേട്ടോ. അതായത് പെട്ടെന്നൊരു പയ്യൻ വന്നിട്ട് അവിടുത്തെ റൈറ്ററിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ 6 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആളുടെ ഒരു മനോനിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കുക. അപ്പോൾ പോലീസുകാരുടെ ഒരു അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവനവിടെ ഇരുത്തിയിട്ട് അത് ചെക്ക് ചെയ്യാൻ പോയി. ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ശരിയാണ്. ആദ്യം ചെക്ക് ചെയ്യാൻ പോയത് പിതാവിൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോൾ അവർ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു. ബാക്കിയെല്ലാം പിന്നീട് ചെക്ക് ചെയ്യുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ല, ഇത് പലതും പല വീട്ടിലല്ലേ പോയി ചെയ്ത്, അതായത് സ്വന്തം വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടായിട്ടല്ല കേട്ടോ. ഇത് അവരവരുടേതായ വീടുകളിൽ പോയിട്ടാണ്. 3 വീടുകളിൽ പോയാണ്. അത് ഒരു 16 തൊട്ട് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ വീടുകൾ തമ്മിൽ. ഈ വീടുകളിലെല്ലാം ട്രാവൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ കൊന്നിരിക്കുന്നത്. വെൽ പ്ലാനിങ്ങിലോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ചുറ്റിക സഹിതം ആള് വാങ്ങി കയ്യിൽ കരുതി എന്നുള്ളതാണ്. അപ്പം ഈ മരിച്ചുപോയ അനിയന് മന്തി ഉൾപ്പെടെ ഏറ്റവും ഇഷ്ടം മന്തിയാണെന്ന് അറിഞ്ഞിട്ട് മന്തി ഉൾപ്പെടെ വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്രൂരമായിട്ട് ആളെ കൊന്നു കളഞ്ഞത്. ഇത് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 11 മണിയായപ്പോഴത്തേക്കും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, ക്യാഷിന്റെ കാര്യം ചോദിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, ഈ പയ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ പറയണത്. ഇതാണോ സത്യം എന്ന് ആർക്കും അറിയില്ല. ആ എക്സ്പ്ലനേഷനിലൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദിക്കുന്നു. അപ്പോൾ അത് കൊടുക്കാത്തതിന് ഷാൾ ഉപയോഗിച്ച് പുള്ളിക്കാരിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൊന്നൊന്ന് പുള്ളിക്കാരൻ വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയിട്ട് നേരെ ചെല്ലുന്നത് പിതാവിൻ്റെ അമ്മയടുത്താണ്. അമ്മയടുത്ത് ചെന്നിട്ട് ഇതേപോലെ ക്യാഷിൻ്റെ കാര്യം ചോദിക്കുന്നു. അമ്മ ഇതേ കണക്ക് കൊല്ലുന്നു. ചുറ്റിക വെച്ച് തലക്കടിച്ച് ഭിത്തിയിൽ വെച്ച് തലയിടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഒരു ഹാമർ വാങ്ങുന്നു. നല്ല കട്ടിയുള്ള നല്ല വെയിറ്റുള്ള ഒരു ഹാമർ വാങ്ങുന്നു. ഇതിൻ്റെ ഇടയിൽ ആള് ക്യാഷ്, അതായത് സ്വർണം വിറ്റ ക്യാഷ് കയ്യിലിരിപ്പുണ്ടായിരുന്നു. ആ ക്യാഷ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹാമർ വാങ്ങിയിട്ട് വന്നിട്ട് ഈ അമ്മേന്റെ സ്വർണം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ വിവരം ഇപ്പം പ്രോപ്പറായിട്ട് ഇതിനെ കുറിച്ചിട്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞ ഒരു വിവരം എന്താന്ന് വെച്ചാൽ ഈ പയ്യൻ ഏതോ ഒരു ലോൺ എടുക്കുന്നിടത്തുനിന്നോ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് കാശ് ആദ്യം വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്ന് വീട്ടിൽ അമ്മയോട് ഈ മാലയെ പറ്റി അങ്ങോട്ട് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അത് മാല തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടാണ് ക്യാഷ് വാങ്ങിയത്. അതിന്റെ പേരിൽ പിടി ഇങ്ങനെ ചെയ്തിട്ട് മാല ഊരിക്കൊണ്ട് പോയി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങി 75,000 രൂപയോളം എന്തോ കിട്ടിയെന്നാണെന്ന് കേട്ടോ അറിയുന്നത്. അതിലാണ് ഈ ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഓക്കെ, ഈ ഹാമർ വാങ്ങിയതിന് ശേഷം നേരെ പോകുന്നത് പിതൃ സഹോദരൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നിട്ട് പുള്ളിക്കാരനെയും പുള്ളിക്കാരൻ്റെ ഭാര്യയും കൊല്ലുന്നു. ഇതേപോലെ അതേ സെയിം മെത്തേഡിൽ ഹാമർ ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊല്ലുന്നത്. അതും അച്ഛൻ്റെ ആംഗ്ലേനെ എങ്ങനെ കൊല്ലുന്നതെന്ന് വെച്ചാൽ പോലീസുകാരൻ ഈ കണ്ട ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ വെളിയിലെ സെറ്റിയിൽ ആളിങ്ങനെ ഇരിക്കുന്നു. സെറ്റിയിൽ ഇരിക്കുമ്പോൾ തലക്കടിച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നു വെച്ചേക്കുന്നു. ഭാര്യയെ കൊന്നേക്കുന്നത് അടുക്കളയിൽ വെച്ചാണ്. അപ്പം അടുക്കളയിൽ, അതായത് ഇവരാരും തമ്മിൽ മരിച്ചത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ അവരെ കൊന്നതിന് ശേഷം നേരെ വരുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ അവൻ്റെ പെൺ സുഹൃത്തിനെ, ഗേൾ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നു അവൻ്റെ വീട്ടിലേക്ക്. വിളിച്ചു വരുത്തിയതിന് ശേഷം
അവളെ ഇതേപോലെ അതിദാരുണമായിട്ടാണ് അവളെ കൊന്നേക്കുന്നത്. ഭയങ്കര ക്രൂരമായിട്ടാണ്, ഏറ്റവും ക്രൂരമായിട്ട് ആളെയാണ് കൊന്നേക്കുന്നത്. മുഖത്താണ്, എല്ലാവരുടെയും മുഖം നോക്കിയിട്ടാണ് ഈ ഹാമർ കൊണ്ട് അടിച്ചേക്കുന്നത്. അടിച്ച് തല പൊളിച്ച്, അത് 1-2 വട്ടമല്ല, നിരവധി തവണ അടിച്ചാണ് കൊന്നേക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ തലയായി ഹോള്, ഭയങ്കരമായ ഒരു ഹോള്, ആ രീതിയിലാണ് കൊന്നത്. കാണുന്നവർക്ക് കൂടി അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അത്ര ക്രൂരമായിട്ടാണ് ആളെ കൊന്നിരിക്കുന്നത് ഈ പെൺസുഹൃത്തിനെ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങാൻ പറഞ്ഞു വിടുന്നു. അനിയൻ സ്കൂളിലായിരുന്നു. മന്തി കഴിക്കാൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവന് പാഴ്സലും മേടിച്ചിട്ട് അനിയനെ കഴിച്ചതിന് ശേഷം പാഴ്സലും മേടിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയെ കാണുന്നില്ല. അപ്പോൾ ആ സമയം ഇവൻ വീട്ടിലില്ല, ഇവൻ വെളിയിൽ എവിടെ പോയേക്കുവാണ്. മദ്യപിക്കാനാണെന്ന് തോന്നുന്നു പോയത്. മദ്യപിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം വീട്ടിൽ അമ്മയെ കാണാഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോൾ അമ്മയുടെ ഫോൺ മൊത്തം എടുക്കുന്നത് ഇവനാണ്, അഫാനാണ്, ഈ പ്രതിയാണ് എടുക്കുന്നത്. അവ എടുത്ത് ഇപ്പം നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അനിയനെയും അതിദാരുണമായിട്ട് ചുറ്റിക കൊണ്ട് മുഖത്ത് അടിച്ച് കൊല്ലുകയാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷമാണ് അവൻ അതേ വീട്ടിൽ കുഴിമന്തി കഴിക്കുകയും. അല്ല, അതില് അനിയന്റെ കാര്യത്തിലെന്ന് പറഞ്ഞാല് കാണുന്നവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ തലയിൽ അടിച്ച് ഒരു ഹോള് വീണിട്ട് കണ്ണ് പുറത്തു വന്ന രീതി. ഈ ഹാമറിന്റെ ഫോഴ്സിലുള്ള അടിയില് മുഖം അകത്തോട്ട് ചളുങ്ങി അങ്ങ് പോയി. അപ്പൊ അത്രയും ഭാഗത്തെ കണ്ണ് അകത്തോട്ട് അങ്ങ് പോയി. അതെ, കണ്ണ് പോയി. അപ്പൊ ഒന്ന് ആലോചിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്രയും കുഞ്ഞു മനസ്സിന്റെ ആ ഒരു ഇതാണ്, ഒരു എന്ത് പറയാ, വൈകല്യമാണ് പറയുന്നത്. അല്ല, എന്നിട്ട് വീണ്ടും അമ്മ മരിച്ചില്ലെന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ ആള് മന്തിയിൽ എങ്ങാണ്ട് എലിവശം വെച്ചിട്ട് അങ്ങനെയാണ്. അങ്ങനെ അത് എലിവശം മേടിക്കാൻ ഇതിന്റെ ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എലിവശവും ഇതൊക്കെ മേടിച്ചിട്ടാണ് അവൻ വന്നത്. ഇവൻ വന്നിട്ട് കുളിച്ച് മന്തി കഴിച്ച് എലിവശം ഒഴിച്ച് മന്തി കഴിച്ചതിന് ശേഷം ഈ അനിയനെ കൊന്നതിന് ശേഷം പിന്നീട് വീണ്ടും അമ്മേനെ മരിച്ചിട്ടില്ലെന്ന് കരുതിയിട്ട് വീണ്ടും പോയി തലക്കടിച്ച് കൊല്ലാൻ നോക്കിയിരുന്നു. അപ്പം മരിച്ചെന്ന ആൾ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ അനിയനെയും കൊന്ന് ഈ മന്തിയും കഴിച്ച് കുളിച്ചതിന് ശേഷം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് നേരെ വെളിയിൽ പോകുന്നത്. ഹോസ്പിറ്റലല്ല പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഇവൻ്റെ ഒരു കൂട്ടാനെ കണ്ടിട്ട് ഹായ് മച്ച, ഞാൻ ഇപ്പോൾ വരാം, ഒരു ഒപ്പിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കൂളായിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോകുന്നത്. അപ്പോൾ അവൻ്റെ ആൾ മദ്യപിച്ചിട്ടുമുണ്ട്. ആളുടെ ഒരു മാനസിക നില മനസ്സിലാക്കാനായിട്ട് ബാത്റൂമിൽ ടോയ്ലറ്റിൽ എന്തോ വെച്ചിട്ടാണ് ഈ അമ്മേനെ ആദ്യം രാവിലെ അടിച്ചിട്ടതെന്നാ പറയണേ. അതിൽ തന്നെ എങ്ങാണ്ടാണ് വീണ്ടും അടിച്ച് അവിടെ കൊന്ന് ഇട്ടേക്കുന്നത്. അങ്ങനെ എന്തോ ആണ്. അവിടെ തന്നെ കുളിക്കുക, മന്തിയും കഴിച്ച് മന്തിയിൽ എലിവശം വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. കൂളായിട്ട് വന്നിട്ട് ഇത് സംസാരിച്ചത്. ഇത് പിന്നെ ഈ ഇവനെ കൊണ്ടുവന്ന ഒരു ഓട്ടോക്കാരൻ്റെ ഒരു ഇത് ന്യൂസ് വന്നേക്കുന്നത് തന്നെ. ഓട്ടോക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ അമിതമായി മദ്യപിച്ചിട്ടുണ്ട്, മദ്യത്തിൻ്റെ മണം ഉണ്ടായിരുന്നു. പക്ഷെ കൂളായിട്ടാണ് ആൾ നിന്നതും പോയതും ഒക്കെ സംസാരിച്ചതൊക്കെ എന്നാണ് പറഞ്ഞത്. അതേപോലെ അവരുടെ ബന്ധുക്കാർ പറയുന്നത് ഇവൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവൻ അങ്ങനെ അധികം വെളിയിൽ പോകുന്ന ഒരു വ്യക്തിയല്ല, ഇടയ്ക്കിടയ്ക്ക് രാത്രിയിലൊക്കെ ഇറങ്ങത്തുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നു, 65 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ആയിരിക്കും കാരണങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും മദ്യത്തിൻ്റെ അല്ലാതെ വേറെ എന്തെങ്കിലും ലഹരിക്ക് അടിമയാണോ ഇവൻ എന്ന് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. കാര്യം എനിക്ക് തോന്നുന്നു മദ്യത്തിൻ്റെ മാത്രമായിരിക്കില്ല. കാര്യം ഇത്രയും ക്രൂവലായിട്ട് ഒരു മൈൻഡ് പോകണമെങ്കിൽ, സ്നേഹിച്ച പെണ്ണിന് ഇത്രയും ഇതായിട്ട് കൊല്ലണമെങ്കിൽ, ക്രൂരമായിട്ട് അടിച്ച് കൊല്ലണമെങ്കിലും ആ സ്നേഹിച്ച പെണ്ണിൻ്റെ അടിയിൽ ആ പെണ്ണിൻ്റെ മുഖത്ത് അടിച്ച അവസാനം മാംസം വെളിയിൽ വന്ന് തലയിൽ, ആ രീതിയിലാണ് അവൻ ഉപദ്രവിച്ചിരിക്കുന്നത് ക്രൂരമായിട്ട്. അതേപോലെ തന്നെ സ്വന്തം അനിയനെ ഇത്രയും പൈശാചികമായിട്ട് ആക്രമിച്ച് കൊല്ലുക, അതേപോലെ അമ്മയെ ഇതേപോലെ കൊല്ലുക, അതൊക്കെ എന്ന് പറയുന്നത് അവൻ്റെ ആ മനസ്സിൻ്റെ വൈകല്യം അത് എങ്ങനെ ആ രീതിയിലായി എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതേപോലെ അവൻ്റെ ഇത് വന്നിട്ടുണ്ട്, അവൻ്റെ സംഭാഷണം വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 65 ലക്ഷം അവർക്ക് കടമുണ്ടായിരുന്നു, കടബാധ്യത കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ കടം വീട്ടും, അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഓൾറെഡി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കൂട്ടായിട്ട് ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആരെങ്കിലും മരിക്കാതെ വരുമോ എന്നുള്ള ഇതുകൊണ്ടാണ് ഞാനങ്ങനെ കൊന്നേ എന്നുള്ളത്. പിന്നെ പിതൃ സഹോദരനെയും ഭാര്യയും കൊന്നതെന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഉപദേശിക്കുമായിരുന്നു, ഒരു സഹായമില്ല, പക്ഷെ ഉപദേശകമായിരുന്നു, ഉപദേശിച്ച് ശല്യം ചെയ്യുമായിരുന്നു. അതിൻ്റെ പക കൊണ്ടാണ് അവരെയും കൊന്നത്. പിന്നെ ചോദിച്ചാൽ ക്യാഷ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് പിതാവിൻ്റെ അമ്മയും കൊന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ്റെ പെൺസുഹൃത്തിനെ കൊന്നത് വിട്ടുപോകും എന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ് അവരെയും കൊന്നത് എന്നാണ് അവൻ്റെ ഒരു ഭാഷ്യം. അവൻ്റെ മൊഴി വന്നേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ മിനിറ്റിന് ആള് മൊഴി മാറ്റുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആള് പറയുന്നതിൽ വിശ്വസിക്കാൻ. ഇപ്പം വേറെ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തേക്കുന്നത്, അതിൻ്റെ അടിമയാണോ എന്തുവാണെന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവൻ സ്വർണം കൊണ്ട് ഒരു ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ.
അത് കയറി ക്യാഷും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് 40,000 രൂപയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ അയച്ചു കൊടുത്ത ക്യാഷ് എന്തിനുള്ളതാണ്? എന്തെങ്കിലും ഇതേപോലെ ലഹരി വാങ്ങുന്നതിൻ്റെ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും പേരെ ഇങ്ങനെ ഇത്രയും ക്രൂവലായിട്ട് സ്വന്തം അമ്മയും അതേപോലെ അനിയനെയും ഈ പെൺസുഹൃത്തിനും ഇവരൊക്കെ കൊല്ലാൻ ഇത്രയും മൈൻഡ്, അതും ഒരു വട്ടമല്ല, ഒറ്റയടിയിലല്ല, അടിച്ചടിച്ച് കൊല്ലുക. അവൻ്റെ ആ മൈൻഡ് ആ ഉള്ളിലെ പകയും കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഒരു സുഹൃത്തെന്ന് പറയുന്ന പെൺകുട്ടി വീട്ടില് തൊട്ടടുത്ത വീട്ടിലങ്ങാണ്ട് ട്യൂഷൻ എടുക്കുന്നു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരുടെ വീട്ടുകാർ പറയണത് എന്താന്ന് വെച്ചാൽ ന്യൂസ് വരുമ്പോഴും ഈ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നും എന്തോ വീട്ടിൽ അറിയാമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ അച്ഛനമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദൈവമേ എൻ്റെ മോൾ ആയിരിക്കില്ലേ എന്നൊരു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീഡിയോ കാണുന്നതെന്നാണ്. ഇവരുടെ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസുകാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്കൊരു കോള് വരുന്നതും അങ്ങനെ പെട്ടെന്ന് പോയി ചെല്ലുമ്പോഴത്തേക്കും ഇതണക്ക് മൃതദേഹം എടുക്കാൻ പോയപ്പോഴത്തേക്കും അവരുടെ ഈ പെൺസുഹൃത്തിൻ്റെ അവരാണ് പറയുന്നത് പെൺസുഹൃത്തിൻ്റെ ഈ മുഖം അടിച്ചിട്ട് ലാസ്റ്റ് മാംസം വെളിയിൽ വരുന്ന രീതിയിലായിരുന്നു. ഭയങ്കര മുഖം അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു പെൺസുഹൃത്തിൻ്റെ മുഖത്ത് ഇവനെ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അമ്മയെ എടുത്തപ്പോഴത്തേക്കും ഈ ഇവർ സ്ട്രെച്ചറിലോട്ട് എടുത്തിടുമ്പോഴത്തേക്കും ഈ ഹാമറിൽ അടിച്ചിട്ട് അതിൻ്റെ ആ ഉള്ളിലോട്ട് പോയി തലയോട്ടി പൊളിഞ്ഞ് ഉള്ളിലോട്ട് പോയി എടുക്കുന്ന വഴിക്ക് ഇവൻ്റെ ഈ ആംബുലൻസ് ഡ്രൈവറിൻ്റെ കൈ അതിനകത്തോട്ട് തലയ്ക്കകത്തോട്ട് പോയി ആ ഹോളിൽ കൂടെ. അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണമായിരുന്നു അവൻ ചെയ്തത്. അത്രയും പൈശാചികമായിട്ടാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്തവരൊരു സ്നേഹത്തിന്റെ കണി പോലും മനസ്സിൽ കാണത്തില്ല. ഊഹിക്കാവുന്നേ ഉള്ളൂ. ആള് ഇപ്പം ഈ സെറ്റിയിലിരിക്കെ തന്നെ മരിച്ച നിലയിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ എത്ര കണ്ണിങ്ങോട് കൂടിയിട്ടാണ് വേഗം പോയി ആൾ ആ അറ്റാക്ക് നടത്തി എന്നുള്ളതാണ്. അതും തൊട്ടടുത്ത് അടുക്കളയിൽ നിൽക്കുന്ന പുള്ളിക്കാരന്റെ വൈഫ് അറിയണമെങ്കിൽ നിലവിളിക്കുന്ന ആ ടൈമിൽ തന്നെ അടുത്ത കൊലപാതകവും ചെയ്യുക. അതാണ്. അപ്പൊ അവന്റെ ആ മൈൻഡ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്ര ക്രൂവൽ മൈൻഡാണ് അവൻ. അപ്പൊ അത് എങ്ങനെ വന്ന് അതിപ്പോ ഏതെങ്കിലും വേറെ കൂടിയ ഡ്രഗ്സ് ഇപ്പോഴത്തെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ടൈപ്പ് ഡ്രഗ്സും അവൈലബിൾ ആണ്. ആ രീതിയിലേക്ക് വന്നേക്കുക. ഒരു ചെറുപ്പക്കാർക്കൊന്ന് തിരക്കി വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഡ്രഗ്സ് മാർക്കറ്റിൽ വരുന്ന രീതിയിലാണ്. ഇപ്പം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഇതെടുക്കാതെ നടപടി എടുക്കാതെ ഒരു രക്ഷയുമില്ല. ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ യൂത്ത് എല്ലാം ഈ രീതിയിലേക്ക് വളരെ ടെററായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും കുറ്റപ്പെടുത്തുമല്ല, ഇത് അവരെ ഈ രീതിയിലേക്ക് നയിക്കുവാണ്. അപ്പോൾ അത് തടയേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. അപ്പോൾ അത് ചെയ്യുക എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഇതേണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും കൊന്നും ഒക്കെ തീരും. അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എല്ലാം എന്ന് പറയുന്നത് നമുക്ക് ഡ്രഗ്സിൽ മാത്രം ഇടാൻ പറ്റില്ല. വീട്ടിലെ ഫാമിലിയിലെ സാഹചര്യങ്ങൾ കാരണം സഹികെട്ടിട്ട് ചെയ്തു പോകുന്നു. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഡ്രഗ്സ് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിലും മദ്യപിക്കുകയാണെങ്കിലും വീട്ടുകാർക്ക് അറിയാൻ പറ്റും. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കൂടിപ്പോയാൽ 2 ദിവസം ഒളിച്ചു വെക്കാൻ പറ്റും, മദ്യപിക്കാൻ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഡ്രഗ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ കൂടി പറ്റാത്ത രീതിയിലുള്ള ഡ്രഗ്സുകളാണ്. കൂളായിട്ട് നടന്നു പോകുന്നതാണ്. പക്ഷെ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ രീതിയിലുള്ള ഡ്രഗ്സും കാര്യങ്ങളും അവൻ്റെ മൈൻഡ് മൊത്തം പക്ഷെ മാറ്റമായിരിക്കും. പക്ഷെ നമ്മളത് സംസാരിക്കുമ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ അവ ഏത് സമയത്ത് എപ്പോഴാണ് അത് വേറെ രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള മൈൻഡിലോട്ടാണ് ഇത് ഡ്രഗ്സ് ഈ മാറ്റുന്നത്. അപ്പം അതിനെതിരൊക്കെ നല്ലൊരു നടപടി എടുത്ത് അല്ലെങ്കിൽ ഈ ജെൻസി എന്ന് പറയുന്നത് വളരെ അങ്ങനെ അല്ലെങ്കിൽ ഇനി വേറെ വല്ല സാഹചര്യം ആണെങ്കിൽ അതങ്ങനെ എങ്ങനെയായാലും പ്രോപ്പർ നടപടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ട് ആള് വൈകിട്ട് തന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയല്ലോ. അപ്പം ഈ ടെസ്റ്റ് എന്തൊക്കെയോ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ല, അതൊക്കെ അത് ടെസ്റ്റ് എടുക്കാൻ പോലീസുകാർ ഇതുവരെ പ്രോപ്പറായിട്ട് ഒന്നും തെളിവൊന്നും വെളിയിൽ വിട്ടിട്ടില്ല. അവ ഇങ്ങനെ യൂസ് ആക്കണം ഡ്രഗ്സ് അങ്ങനെ തെളിയിക്കാൻ പറ്റും. സയൻറ്റിഫിക്കലി അവർക്ക് അപ്പം തന്നെ അത് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കാം. അവരുടെ ഈ സ്രവമൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് തന്നെ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഏത് ഡ്രഗ്സാണ് യൂസ് ചെയ്തതെന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇതുവരെ പോലീസുകാർ ഫുള്ള് ഡീറ്റെയിൽസ് വിട്ടിട്ടില്ല. മൊഴി തന്നെ ഇന്നാണ് വിട്ടത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെളി വിട്ടിട്ടില്ല. അത് ഉടനെ വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം കേരളത്തിൽ നടക്കുന്ന ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് മേലോട്ടുള്ള ഇതില് ഞാൻ ന്യൂസ് കണ്ടപ്പം വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിപ്പം നമുക്ക് തോന്നിയ കാര്യം മാത്രമാണ് കേട്ടോ പറയണേ. ഇത് ഇങ്ങനെയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നിയുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ ഈ നാട്ടുകാർ കണ്ടുകൊണ്ട് നിന്നതിൽ ഒരാളുടെ അടുത്ത് ഒരു മീഡിയ
പോയി ചോദിച്ചപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട്, അതായത് ഈ സ്നേഹിക്കുന്ന പെൺകുട്ടി, ഈ മരിച്ചുപോയ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് വീട്ടിൽ ആരും ഇങ്ങനെ സമ്മതിച്ചില്ല, ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോൾ സമ്മതിച്ചില്ല. കാരണം 23 വയസ്സായിട്ടും ഒരു ജോലിയും കാര്യവും ഒന്നും ഇല്ലാതെ നിൽക്കുകയാണല്ലോ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ സമ്മതിച്ചില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ പറയുന്നതിൽ വെച്ചിട്ട് കേട്ടിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഈ കുട്ടീനെ വിളിച്ചിറക്കിക്കൊണ്ട് വീട്ടിൽ വന്ന് കാണും. അപ്പൊ വീട്ടില് ഈ അമ്മ, അച്ഛനില്ലല്ലോ, അച്ഛൻ എന്തോ എവിടെയോ സൗദിയിലോ ഗൾഫിൽ എവിടെയോ ആണ്. ആളെന്തോ ഒരു ബിസിനസ് നടത്തിയിട്ട് 7-8 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല. അവിടെ ലോണും എടുത്ത് ലക്ഷങ്ങൾ അവിടെ കൊടുക്കാനുണ്ടായുണ്ട്. ആൾക്ക് അവിടെ ബാനാണ്, എയർപോർട്ടിലൊന്നും വരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഊഹിക്കാം 7-8 വർഷമായിട്ട് ആൾ നാട്ടിൽ വന്നിട്ടില്ല. അപ്പം ഈ മെയിൻ കാര്യങ്ങളെല്ലാം ഇവര് ഒരാള് വീട്ടിൽ നോക്കണമെന്ന് എഴുതിയിട്ട് ഏൽപ്പിച്ചിട്ട് പോയതായിരിക്കാം അനിയനല്ലേ, സഹോദരനെ ഏൽപ്പിച്ചിട്ട് പോയതായിരിക്കും. അയാൾ വന്നിട്ട് ഇതാണൊക്കെ മോശമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ആളെടുത്ത് ചോദിച്ചപ്പോൾ ആളുടെ വൈഫും വന്നിട്ട് പറഞ്ഞു കാണും, പറ്റില്ല, നീ ആദ്യം പോയി ഒരു ജോലി വാങ്ങുക, അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ച് കാണും. അപ്പൊ അമ്മയുടെ അമ്മയും അതിന് കൂട്ട് നിൽക്കുമല്ലോ. അപ്പം ഇഷ്ടപ്പെട്ട് കാണില്ല, ഇതിന്റെ പേരിൽ പെണ്ണിനെ തിരിച്ചുണ്ടാക്കി. പക്ഷേ അല്ല, മൊഴിയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഊഹമാണ് കേട്ടോ. ക്യാഷിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാര് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ക്യാഷിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ആരെങ്കിലും ജീവിച്ചു വരും എന്ന് കരുതിയിട്ടാണ് ഇവ ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞാൽ എങ്ങനെ തോന്നുന്നു ഒരു അനിയൻ ഈ രീതിയിൽ അടിച്ചു കൊല്ലാനും അവന്റെ പെൺ സുഹൃത്തിനെ ഇത്രയും അറ്റാക്ക് ചെയ്യാൻ മനസ്സിൽ ഭയങ്കര ഇതായി കാണും. മാത്രമല്ല ലവർ ചിലപ്പോ ചെന്നിട്ട് വിളിച്ചിട്ട് ഫോണിൽ വഴക്കിട്ട് കാണുമ്പോൾ എന്നെ കൊണ്ടുവന്ന് നാട്ടിച്ച്, കാരണം ഇതൊക്കെ സമൂഹത്തിൽ നോർമൽ നടക്കുന്ന ഒരു ലവേഴ്സ് ആകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നെ വെറുതെ നാട്ടിച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമ്പോൾ ഇനി റിലേഷൻ വേണ്ടെന്ന് വല്ല ആ പെൺകൊച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ എന്താ സ്വന്തം അഭിമാനത്തിൽ ബാധിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ചില പയ്യന്മാർക്ക് പെട്ടെന്ന് അങ്ങ് കൊള്ളും. ഈ വീട്ടുകാർ എല്ലാം കൂടെ ചേർന്നിട്ട് എന്നെ വെറും ഇതാക്കി കളഞ്ഞു. അത് സമൂഹത്തിൽ വേണ്ടെന്ന് കരുതി കാണും, ആരും വേണ്ടെന്ന് കരുതി കാണും. ആ രീതിയിൽ അവന്റെ മൈൻഡ് പറഞ്ഞെങ്കിൽ അവന് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഡ്രഗ്സോ എന്തെങ്കിലും ലെവലിലോട്ട് ചിന്തിക്കാം. നോർമൽ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള ചിന്തികളൊന്നും അവരുടെ ചിന്താശേഷിയിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൽ. അവന്റെ പെൺ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ആ വീട്ടുകാരോടോ തോന്നാം, അതല്ലാതെ അനിയനോട് വരെ ആ ഒരു മെന്റാലിറ്റിയിൽ കുടുംബത്തിൽ ആരും വേണ്ട, ഒരാൾ പോലും ജീവനോട്, കാരണം ആളും മരിക്കണമെന്ന് എഴുതിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആരും വേണ്ട, എനിക്കില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ട, ഒന്നും വേണ്ടെന്ന് എഴുതിയിട്ട് ഇവരോടുള്ള ഈ അമ്മയോടുള്ള കലിപ്പും ഈ ചേട്ടന്റെ ഈ അച്ഛന്റെ ചേട്ടനോടുള്ള കലിപ്പും ഒക്കെ കൊണ്ടിട്ടായിരിക്കാം അത് ചെയ്ത്. ഇപ്പൊ ഈ പെങ്കൊച്ചിനി വീട്ടിൽ ചെന്നിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള കലിപ്പിനായിരിക്കും വിളിച്ചു വരുത്തിട്ട് അതിനെ കൊന്നത്. പിന്നെ അനിയനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വേണ്ട, ഇനി അവനും നിൽക്കണ്ട എന്ന് കരുതിയിട്ട് കൊന്നിട്ട് സ്വയം വിഷം കഴിച്ചതായിരിക്കും. പക്ഷെ ഇവിടെയും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആള് വിഷം കഴിച്ച ഉടനെ അവിടെ കിടന്നങ്ങ് ചത്താൽ മതി. ഇത് അല്ലെങ്കിൽ ഒരു പേപ്പർ എഴുതി കിടന്നിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോവുക. ആ ഒരു മെന്റാലിറ്റി ഉള്ളവൻ എങ്ങനെയാണ് ഈ കൂളായിട്ട് അവിടെ പോയി അവിടെ കുളിച്ച് ഫുഡും കഴിച്ച് കൂളായിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു കൂട്ടാനായിട്ട് ഇടയിൽ കണ്ട് കൂളായിട്ട് മദ്യപിച്ചെന്ന് ഇത് കഴിഞ്ഞിട്ട് പോയി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുന്നത്. പക്ഷെ ഒരു മദ്യപാനത്തിൽ തന്നെ ഇത്ര ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളുടെ മൈൻഡ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിലും മേളിലുള്ള എന്തെങ്കിലും ഡ്രഗ്സ് ആയിരിക്കും. എന്തായാലും ഓരോ ദിവസവും ഓരോരോ മേളിലുള്ള ഇതിലും വലിയ ന്യൂസ് ഇനി നാളെ വരാം. ലോകത്തിൽ നടക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങളതേ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്, നാളെ ഇവരെന്റെ തലക്കടിക്കുമെന്ന് ആർക്കറിയാം. ഒരു സാഹചര്യമാണ് ഇപ്പൊ വരുന്നത്. കാരണം നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ളവരും പിന്നെ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വന്തം രക്തത്തെ തന്നെ. അപ്പൊ പിന്നെ ആരെയാണ് ഇത് ഒന്നാമത്തെ മാനസികമായിട്ട് എന്തെങ്കിലും സംഭവം മാത്രമല്ലല്ലോ അതൊന്നും അല്ല. ഇതിന്റെ ഒരു മെയിൻ ഒരു കാര്യം പറയാനുള്ളത്, അവരുടെ അമ്മയ്ക്ക് മൊഴി എടുത്തപ്പോൾ അമ്മയുടെ മൊഴി എടുത്തപ്പോഴത്തേക്കും അമ്മ പറയുന്നത് കാര്യം, അപകടനില തരണം ചെയ്തപ്പോൾ പോലീസ് സ്വാഭാവികമായും മൊഴിയെടുക്കുമ്പോൾ പറഞ്ഞത് ഇവർ ഈ ആരും മരിച്ചിട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ അമ്മ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അവരുടെ അമ്മ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അമ്മയെ മാത്രം അവരെ മാത്രം ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. അപ്പൊ ആ രീതിയിൽ പോലീസുകാരടുത്ത് പറയുന്ന പറഞ്ഞാൽ അറിയാതെ ബാത്റൂമിൽ തെറ്റി വീണ് തല പൊട്ടിയതാണ്, വേറൊന്നും ഇല്ല എന്ന് മാത്രമേ പറഞ്ഞേക്കുന്നത്. അവിടെയും മോനെ ഒന്നും പറഞ്ഞിട്ടില്ല, മോനെ ഒരു ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് ഈ മൊഴി കൊടുത്തേക്കുന്നത്.
ഇത് കാര്യങ്ങളൊന്നും അറിയാതിരിക്കുക പുള്ളിക്കാരി. എപ്പോഴും അനിയനെ തിരക്കിക്കൊണ്ടിരിക്കുക. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അനിയനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇളയ മോനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് അത് വല്ലാത്തൊരു വിഷം പിടിച്ചൊരു ന്യൂസായിരുന്നു ഞാൻ കേട്ടപ്പോൾ. അപ്പം ഇതേപോലെയുള്ള ന്യൂസുകളാണ് ഡെയിലി വരുന്നത്. നാളെ ഇനി എന്ത് ന്യൂസ് ആയിട്ടാണ് ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നോക്കിയാൽ തന്നെ അറിയാം, ആ കൊച്ചു പയ്യൻ അനിയൻ ഉണ്ടല്ലോ, അവൻ ഈ മന്തി വാങ്ങാൻ പോകുന്നതും ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം അവൻ സന്തോഷത്തോടെയും താല്പര്യത്തോടെയാണ് പോയി അതൊക്കെ ചെയ്യുന്നത്. അവൻ നല്ല പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുന്നു. അപ്പോൾ എന്തോ അവൻ്റെ ജീവിതവും അവ എടുത്തു. അപ്പോൾ ഇനി ഇതിൽ വല്ല അപ്ഡേഷൻസ് വരുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ വരുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോസും അങ്ങനത്തെ പലതും ചെയ്യുന്നതായിരിക്കും. ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം പുതിയതായിട്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമായിട്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.